പ്രിയപ്പെട്ട നാട്ടുകാരെ, നാടകം ഇതാ തുടങ്ങുന്നു. അതിനു മുമ്പായി നിയമപ്രകാരമുള്ളൊരു മുന്നറിയിപ്പ്. പുകവലിയും മദ്യപാനവും പിന്നെ പഞ്ചാരയും ആരോഗ്യത്തിന് ഹാനികരമാണ്. പറയടി മുത്തേ. ഓ മിണ്ടത്തില്ല. എന്താ ചക്കര എങ്ങനെ? എല്ലാ ദിവസവും വിളിക്കുന്ന നീ എന്താ ഹർത്താലായിട്ട് വിളിക്കാന്? അത് പിന്നെ എടി ഒരു അടിപ്പ സംഭവം ഉണ്ടായി. എല്ലാം ഞാൻ വിശദമായി പറയാം. എടി എന്നെ മമ്മി വിളിക്കണ്ട്. ഞാൻ കുറച്ചേരം കഴിഞ്ഞ് എന്നെ അങ്ങോട്ടേക്ക് വിളിക്കാം. പറ നിത്യ. ആരോടായിരുന്നു അത്ര ബിസി? എടി എന്റെ പപ്പയായിരുന്നു ദുബായിൽ. എടി ഒരു അടിപ്പ സംഭവം ഉണ്ടായി. എല്ലാം ഞാൻ വിശദമായി പറയാം. See your shadow under the moonlight, baby, sing it out loud. Across the water and over the seas, baby, sing it out loud. ഇന്നലെ രാത്രിയിൽ ഞങ്ങളുടെ റൂമിൽ നടന്നൊരു സംഭവമാണ് എല്ലാത്തിനും തുടക്കം. മച്ചാനെ നിന്റെ ക്ലാര വിളിക്കണേ. നീ എന്തോന്ന് ക്യാൻറ്റീനിൽ വരാഞ്ഞ? അതെനിക്ക് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണ്ടായിരുന്നു, അതാ വരാതിരുന്നേ. വൈകുന്നേരം വന്നിട്ട് ഇപ്പോഴാണ് വിളിക്കാൻ സമയം കിട്ടിയ? ഷേടാ, എനിക്ക് നിന്നെ കുറിച്ച് മാത്രം ആലോചിച്ചോണ്ടിരുന്നാ മതിയോ? എനിക്കുമില്ല എന്റേതായ പല കാര്യങ്ങള്. പിന്നെ എന്താ നിനക്കൊരു മൂഡ് ഔട്ട്? ഞാനൊരു കാര്യം പറയാം, നീ ചൂടാവല്ല. നമ്മുടെ ആ വീഡിയോ ഇല്ലേ, അത് നീ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേര്. കളയാം. ജോൺ, നിനക്ക് എന്താ എന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തേ? എന്താടി പെട്ടെന്നിങ്ങനെ? എന്നെ വിടാൻ വല്ലതും പ്ലാൻ ഉണ്ട്? ജോൺ, അതാരെങ്കിലും കണ്ടുള്ള കോൺസിക്വൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ എന്തെങ്കിലും നടന്നാ ഐ സ്വേ ജോൺ, പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. കുറെ നേരമല്ലോ, അതെങ്ങനെയാ ഡിലീറ്റ് ചെയ്തേക്കാം. എന്തെങ്കിലും എന്റെ വിലയാവോ? എനിക്ക് എന്റെ അടുത്തുള്ള കടി തീർന്നപ്പോ അടുത്തേക്കിനെ തപ്പി പോയല്ലേ. എനിക്ക് എന്നെ വിളിക്കാൻ സമയമില്ല. വൈകുന്നേരം ആകുമ്പോൾ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എഫ് കയറി സ്റ്റാറ്റസ് ഇടാനും കണ്ട ചെക്കന്മാർക്ക് സ്മൈലും ഒലിപ്പിയിലുള്ള കമന്റ്സ് വയ്ക്കാനും നീ മറക്കില്ല. ഹലോ ഹലോ ടീച്ചർ, ഛേ എന്ത് കഷ്ടം. റോയ്, എൻ്റെ പേഴ്സിൻ്റെ അകത്ത് 2,500 ഇരിപ്പുണ്ട്. നീ പോയി ബിയർ മേടിച്ചോണ്ടോ. വീണ്ടും ഫോൺ വിളിക്കാൻ പോടേ. മച്ചനെ ഇത് കണ്ട? അല്ലെങ്കിൽ വേണ്ട മച്ചാ, നീ പൊട്ടിച്ചോ, ഇത് നിന്റെ ദിവസമല്ലേ.
എന്തിനാടാ അവളെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്നത്? അതല്ലടാ, അവൾക്ക് കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വിളിച്ചുകൂടെ? ബഡി, അത് നോട്ട് എ മിസ്റ്റേക്ക്. അവൾ എന്നോട് നിന്നെക്കുറിച്ച് വാട്സാപ്പിൽ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നീ സ്ലീപ്പാണ്. അപ്പോൾ അവൾ പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിളിക്കണം. നിനക്ക് നേരത്തെ പറഞ്ഞായിരുന്നു നാറി. എടാ നീ സ്ലീപ്പ് ആയിരുന്നില്ലടാ. അടിച്ച് ബിയർ തലയ്ക്ക് പിടിച്ചപ്പോൾ ജോണിന് തോന്നിയ അതിബുദ്ധി വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ പെൻഡ്രൈവിലാക്കി സൂക്ഷിക്കാമെന്ന്. പതിപോലെ ഹർത്താൽ എന്ന ദേശീയോത്സവത്തെ അന്നും നമ്മൾ ആഘോഷിച്ചു. റോഡുകൾ ക്രിക്കറ്റ് പിച്ചുകളായി. ഡാ ഡാ എന്താടാ? ഡാ ഞാൻ നിൻ്റെ വണ്ടി ഒന്ന് എടുത്തോട്ടെ. ഇന്ന് പ്രോജക്റ്റ് സബ്മിഷൻ ഉള്ളതാ, ഇന്ന് ഹർത്താലുവാ. എടുത്തോട്ടെടാ. താങ്ക്സ് അളിയ. ഡാ അളിയ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരിക്കണേ. പോടാ വട്ടി. അയ്യോ, പെൻഡ്രൈവ് എന്ത്? എടാ റോയ്, എന്റെ പെൻഡ്രൈവ് കാണുന്നില്ലടാ. വേറൊന്ന് വാങ്ങിച്ചോടാ. എടാ അതല്ലടാ, ആ പെൻഡ്രൈവില് എൻ്റെ പ്രിയയുടെ ഒരു പേഴ്സണൽ വീഡിയോ ഉണ്ടടാ. പോടാ. മാറിക്കടാ. അളിയ എന്താടാ? അച്ചോടാ. മാറാ. എന്റെ പെൻഡ്രൈവ് എടുത്ത് വൈവയ്ക്ക് പോയിരുന്നു. അവൻ ഫോൺ എടുത്തില്ലേ? നാശം. ശല്യം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്ത് കാണിക്കാനാ? അവിടെ ചെന്നിട്ട് വല്ല ക്ലൈമാക്സിനെങ്കിലും കാണാം. ശാരി, മേരി, രാജേശ്വരി എല്ലാരും ഉണ്ടല്ലോ. നീയാണോ? നീ കോളേജിലേക്കാണോ? ആ വാ കേറിക്കോ. ഷാരി ഫ്രണ്ടിലേക്ക് കേറിക്കോ. ഒരാളും കൂടിയുണ്ട്, കേറിക്കോട്ടെ. ഓഫ് കോഴ്സ്, വൈ നോട്ട്?
അളിയ നീയായിരുന്നു. അപ്പൊ പോവല്ലേ? എന്നെക്കാളും വലിയ പോവാനാണ്. ആ പോവാ. ചേട്ടാ താങ്ക്സ് വിട്ടോ. നീ ഒന്നും ഒരു കാലത്ത് നന്നാവില്ലടാ. മനസ്സിൽ വിടരും താമര പോലെ എന്നാത്മാവിൻ ശ്വാസം നീയേ മഴയായി പെയ്യും മേഘം ദൂരെ എല്ലാ കോളേജിലും ഒരു CEO ഉണ്ടാവും. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, കമാൻഡിങ് ഓഫീസറാന്ന വിചാരം. അഹങ്കാരത്തിന് ഒട്ടും കുറവില്ലെങ്കിലും നല്ല പോലെ വഞ്ചാരയുണ്ട്. ടീച്ചറെ ടീച്ചറെ ഫ്ലാറ്റ് ഫ്ലാറ്റ് വാ ടീച്ചറെ ഇരിക്കേ. ആ സാറേ, ടീച്ചർ എന്നോട് ഒരു ഫ്ലാറ്റിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഞാൻ ഇവിടെയൊക്കെ ഒത്തിരിയും ഫ്ലാറ്റ് നോക്കി വെച്ചിട്ടുണ്ട് ടീച്ചറിന് വേണ്ടി. ബുദ്ധിമുട്ടായില്ലല്ലോ സാറേ? ഓ എനിക്കെന്ത് ബുദ്ധിമുട്ടാണ് ടീച്ചറെ, അതല്ലേ എന്റെ മെയിൻ ജോലി. റിയൽ എസ്റ്റേറ്റ് അല്ലേ എന്റെ മെയിൻ ബിസിനസ്. ഇത് വെറും സൈഡ്. ഇതിൽ എന്താ കിട്ടാൻ? കിട്ടുന്നത് പെട്ടെന്ന് അടിക്കാൻ പോലും തികയത്തില്ല. സാറിനോ വണ്ടിക്കോ? അത് ടീച്ചർ എനിക്ക് കിട്ടുന്ന വെച്ചതാ. അല്ല ടീച്ചറെ, നമ്മളിപ്പോ എവിടാ കിടക്കുന്നേ? തൽക്കാലം ഞാൻ എന്റെ വീട്ടിലും സാർ ഞാൻ അതല്ല ചോദിച്ചത്. ടീച്ചർ ഇപ്പൊ എവിടാ താമസിക്കുന്നതെന്നാ ചോദിച്ചത്. അത് ആലുവയില്. നീ എന്താ ഇവിടെ? എടാ പെൻഡ്രൈവ് പോയടാ, എല്ലാം പോയി. എക്സ്റ്റേണൽ വന്നിട്ടില്ലടാ. പുള്ളി ഇന്ന് ലീവാ. മിക്കവാറും അടുത്ത ആഴ്ചത്തേക്ക് മാറ്റോടാ. ഇതാണോ നിന്റെ പെൻഡ്രൈവ്? അപ്പൊ അതോ? അത് എന്റെയാ. കാർത്തിക് സാറിപ്പോ അകത്ത് ഇറങ്ങി. എന്തോന്നടേ ഇത്? ഇവിടെ കുളിസിനൊന്നും അല്ല നടക്കുന്നത്. വേറെ പണിയൊന്നും ഇല്ലേ? തന്നെ എന്താ സാർ ഇത്ര ലേറ്റ് ആയി? എന്ത് പറയാനാ, ഹർത്താലല്ലേ, ആകെ വലഞ്ഞു പോയി. പിന്നെ എങ്ങനെയൊക്കെയോ അവസാനം ഇവിടം വരെ എത്തി. പിന്നെ പിള്ളേരുടെ ബ്രാക്കിട്ടല്ലോ എന്ന് ഓർത്ത് എത്തിയതാ. എടാ അതെന്റെ പെൻഡ്രൈവ്. എന്റെ അവളുടെ ഒരു പേഴ്സണൽ വീഡിയോ ഉണ്ടോ അതിൻ്റെ അകത്ത്. എന്ത് പണിയാടാ കാണിച്ചേ? ഒന്ന് എന്ന് എടുത്തോണ്ട് വാടാ. നീയൊക്കെ പെൻഡ്രൈവിലാണോ? ഒന്ന് വേഗം ചെല്ലടാ. ശരി മേരി രാജേശ്വരി. എനിക്ക് വയ്യ. മതിയുടെ വായി നോക്കിയത്. എന്താടാ ദേ നോക്കിയാടാ, പ്രിയായിരിക്കണു. അപ്പൊ ടീച്ചറെ നമുക്കൊന്ന് ശകലം ചേർന്ന് കിടന്നാലോ? വേണ്ട മോനെ, ഈ വേലയിൽ ഓ, ഈ ടീച്ചറിന്റെ ഒരു കാര്യം പിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു. ചില്ലാണേ നിന്നുടൽ മിന്നണ ചില്ലു. ഞാൻ ഉദ്ദേശിച്ചത് കോളേജിന്റെ അടുത്തോട്ട് മാറി താമസിക്കുന്ന കാര്യമാ ടീച്ചറെ, അല്ലാതെ വേറൊന്നും ടീച്ചർ തെറ്റിദ്ധരിക്കല്ലേ പ്ലീസ്.
സർ പെൻഡ്രൈവ് നീ എന്തിനാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നേ? അത് സാറ് പറയുമ്പോ നിന്നെ വിളിപ്പിക്കത്തില്ലയോ? അത് കൂട്ടുന്ന പെൻഡ്രൈവ് സർ. അത് നിനക്കൊക്കെ രാവിലെ വീട്ടിൽ വരുന്നതിന് മുമ്പ് നോക്കിയിട്ട് വന്നുകൂടെ? ഇവന്റെയൊക്കെ അപ്പന്മാര് ലാപ്പും കോപ്പും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇവരൊന്നും വീട്ടിൽ നിന്ന് നോക്കത്തില്ല. എന്റെ നെഞ്ചത്തോട്ട് വരും കൊണ്ട് കുത്താൻ. സർ പ്ലീസ് സർ. പോട്ടെ മാഷെ, പാവം പയ്യൻ ഒന്ന് ചെയ്തു കൊടുത്തേ. ടീച്ചറ് പിന്നെ കുത്താൻ പറഞ്ഞാല് ഞാന് അപ്പൊ ടീച്ചറെ, നമ്മളെ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? നമുക്കിപ്പോൾ 2 വീട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒന്ന് കോളേജിന്റെ കിഴക്ക് വശത്തും ഒന്ന് കോളേജിന്റെ പടിഞ്ഞാറ് വശത്തും. വയറ് അനുവദിക്കുന്നില്ലല്ലേ മാഷെ? നീ എന്തിനാ ഭയ നോക്കി നിൽക്കുന്നത്? എടുത്താണത്. ഇതിനകത്ത് ഏതാടാ നിന്റെ പെൺഡ്രൈവ്? ഇതാണോ? ഇത് കുത്ത. എന്നാ ഇത് പിടി. ജോൺ വേണ്ട, ആ മൊബൈലൊന്ന് ഓഫ് ചെയ്ത്. ഓഫ് ചെയ്യാനല്ലേ പറഞ്ഞത്? ബഡ്ഡി, ക്ലൈമാക്സ് ആയിട്ടില്ല. അയാൾ കുത്താൻ പോകുന്നേ ഉള്ളൂ. അവിടെ പക്ഷെ ഇതൊന്നും സംഭവിച്ചില്ല. ജോണിൻ്റെയും കാർത്തിക്കിൻ്റെ ഭാഗ്യമാണോ അതോ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണോ എന്ന് എനിക്കറിയത്തില്ല. സംഭവം ഹാപ്പി എൻഡിങ് ആയിരുന്നു. ആ പെൻഡ്രൈവിൽ കാർത്തിക്കിൻ്റെ പ്രസൻറ്റേഷൻ തന്നെയായിരുന്നു. താങ്ക്സ് അല്ലയോ. തിരിയാലും നാണം ബാക്കിയുണ്ടെങ്കിൽ ആ വീഡിയോ പോയി ഡിലീറ്റ് ചെയ്യണം. എടാ കാർത്തി നിൽക്ക്, ഞാനും വന്നു. എന്നാലും പാവലടാ അവൻ. ഞാനൊന്ന് അവനെ വിളിച്ചു നോക്കട്ടെ. മനസ്സിൽ ഇടരും താമര പോലെ എന്നാത്മാവിൻ ശ്വാസം നീയേ, മഴയായി പെയ്യും മേഘം ദൂരെ. എന്നാലും നീ അവനെ തല്ലുണ്ടായിരുന്നു കേട്ടോ. പണ്ടേ ഞാൻ അവനെ നോങ്ങി വെച്ചതാ. ഞാൻ സ്നേഹിച്ച പെണ്ണെ പ്രേമിച്ച് വളച്ചതും പോരാ, അവളുടെ വീഡിയോ ഉണ്ടാക്കി പെൻഡ്രൈവ് ആക്കി വെച്ചു. അതും ശരിയാണ്. എടാ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ ഒന്ന് അവനെ നോക്കിയിട്ട് വരാം. അങ്ങനെ അവൻ്റെ മാവും പൂത്തു.